ഇന്ത്യ യങ് പ്രൊഫഷണൽ വിസ സ്കീം ഓപ്പൺ ആയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് സ്ക്രീൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ സ്ക്രീനിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ ഞാനിവിടെ കൊടുക്കുന്ന എല്ലാം ഡെമോ നമ്പേഴ്സും അതുപോലെ തന്നെ ഡെമോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം നിങ്ങൾ കൊടുക്കുമ്പം എൻ്റെ എക്സാക്റ്റ് കോപ്പി ചെയ്യാണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ആപ്ലിക്കേഷൻ നടക്കുകയുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നുള്ളത് നമുക്കിപ്പം വീഡിയോയിൽ കാണാം. നമ്മൾ എടുത്തേക്കുന്നത് ഇന്ത്യ യങ് പ്രൊഫഷണൽ വിസ സ്കീം എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരാം. അപ്പം ഇതിനോട്ട് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ എലിജിബിലിറ്റി കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുക്കുന്നുണ്ട്. ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഒരു 4-5 ദിവസം മുന്നേ ഇതിൻ്റെ എല്ലാ എലിജിബിലിറ്റീസും ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്, ഇതിൻ്റെ ഫീസ് അടയ്ക്കേണ്ട കാര്യങ്ങൾ എല്ലാം സംബന്ധിച്ചൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് കാണാം. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഇൻ്റർഫേസ് എന്ന് വരുന്നത്. ഈ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ മുൻ സമയങ്ങളിലെ മുന്നത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ ഒരു സംഭവമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം ബാലറ്റ്. അപ്പം ഈ ബാലറ്റിലോട്ടാണ് നമ്മൾ ഏറ്റവും ആദ്യം അപ്ലൈ ചെയ്യേണ്ട സംഭവം. അത് കഴിഞ്ഞ് ഈ ബാലറ്റ് സക്സസ്ഫുൾ ആയി നമുക്ക് മെയിൽ വരുമ്പോഴാണ് പിന്നീട് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. കണ്ടല്ലോ, ഇതിൽ നമ്മുടെ ക്ലോസിങ് ഡേറ്റ് എന്ന് പറയുന്നത് 20-ാം തീയതിയാണ്, ഫെബ്രുവരി 2 കേട്ടോ, ഇന്ത്യൻ സമയം. അപ്പം ഇനി അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് എൻ്റർ ദ ബാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ബാലറ്റിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. നമ്മൾ ക്യൂവിലാണ്, നമ്മളെന്താ പറയുന്നത്, ഇങ്ങനെ ഒരു ക്യൂവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിൽ നമുക്ക് നമ്മളിപ്പോൾ എന്താ പറയുക, അത്രയധികം ആൾക്കാർ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ക്യൂ പൊസിഷനിലെത്തിയിരിക്കുന്നത്. വെയിറ്റിംഗ് ടൈം പറയുന്നത് അപ്പോൾ 25 മിനിറ്റിനുള്ളിൽ നമ്മൾ അപ്ലിക്കേഷൻ പൂർത്തിയാക്കി ഇറങ്ങേണ്ടതാണ്. നമ്മൾ വൺസ് നമുക്കിത് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ആ ഒരു പേജ് നമുക്ക് റീഡയറക്റ്റായി. അപ്പം നമ്മളിതേ ഇങ്ങനെ ഒരു പേജിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഈ ഒരു സെക്ഷൻ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 25 മിനിറ്റിനുള്ളിൽ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആ ഒരു ക്യൂവിലോട്ട് പോകുന്നതായിരിക്കും. അപ്പം സമയം ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം, നമ്മുടെ സമയമായോ, നമ്മുടെ ക്യൂ ഫ്രണ്ടിലെത്തിയോ എന്നൊക്കെ കേട്ടോ. അപ്പം ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു UK വിസ അക്കൗണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓൾറെഡി ഇതിന് മുന്നേ അപ്ലൈ ചെയ്തിട്ട് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് സൈൻ ഇൻ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കാം. സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുള്ളൂ. നമുക്ക് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റാവുന്ന കാര്യങ്ങളുള്ളൂ. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മീ എന്ന് കൊടുക്കാം. കണ്ടിന്യൂ. നമ്മുടെ പേരാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മൾ പേര് കൊടുക്കുമ്പം ഇവിടെ ഇപ്പം ഞാൻ ABCD എന്നുള്ളൊരു പേരാണ് കൊടുക്കുന്നത്. സർനെയിം ചോദിക്കുന്നുണ്ട്, ABCD എന്ന് തന്നെ കൊടുക്കുന്നു. ഓക്കെ, അപ്പം നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വേറെ പേരുകളൊന്നുമല്ല, മീൻസ് നിങ്ങളുടെ പാസ്പോർട്ടിൽ എന്ത് പേരാണോ നിങ്ങൾക്കുള്ളത് ആ ഒരു ഫുൾ നെയിമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് കേട്ടോ. കണ്ടിന്യൂ കൊടുക്കാം. ഇനി നമ്മൾ ഇന്ത്യൻ നാഷണാലിറ്റിയാണ് നമ്മൾ. അപ്പം ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കാം. ഇനി നമ്മളിവിടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് കൊടുക്കാനാണ് പറയുന്നത്. അപ്പം ഞാൻ ഇത് എത്രത്തോളം ഇങ്ങനെ പോകുന്നത് എനിക്കറിയില്ല, എന്നാലും നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ് ഒരു ഡെമോൺസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പം നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ എന്താണോ അത് കൊടുക്കുക. അതൊരു 7 അക്ക നമ്പർ ആയിരിക്കും. അത് നിങ്ങളുടെ പാസ്പോർട്ടിലുണ്ടായിരിക്കും. അപ്പോൾ പാസ്പോർട്ട് നമ്പർ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അതെടുത്ത് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കൺട്രി ഓഫ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്ത്യ ആയിരിക്കും. ഒബ്വിയസ്ലി ഇന്ത്യ കൊടുക്കുക. ബാക്കി ഡസ് യുവർ പാസ്പോർട്ട് ഹാവ് എൻ എക്സ്പയറി ഉണ്ടോ? നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിന് എക്സ്പയറി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു ഡെമോ നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, ഞാനൊരു ഡെമോ നമ്പർ കൊടുത്തു. കണ്ടിന്യൂ കൊടുക്കുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചേക്കുന്നത്. അതും ഞാനൊരു ഡെമോ കൊടുക്കുകയാണ്.
ഓക്കെ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണോ, പാസ്പോർട്ടിലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണോ അതാണ് കൊടുക്കേണ്ടത് കേട്ടോ. കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പം ഏത് ഇമെയിൽ അഡ്രസ്സാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത്, മീൻസ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ വരേണ്ടത് ഏതൊരു ഇമെയിൽ ഐ ഡിയിലോട്ടാണെന്നുള്ളത് ഇവിടെ കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി കൊടുക്കുക ഇവിടെ. അപ്പം ഞാനിപ്പം ഇവിടെ അടിച്ചു കൊടുക്കാം. അപ്പം നിങ്ങളുടെ ഒരു ഇമെയിൽ ഐ ഡി അത് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും കൂടി ഈ ഒരു വിസ അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നോക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ നിങ്ങൾക്ക് യെസ് കൊടുത്തിട്ട് ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ആ ഒരു ആൻസേഴ്സ് എല്ലാം വന്നിരിക്കുന്നത്. നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ളത് ഇവിടെ ചേഞ്ച് ചെയ്തോളണം, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് ഈ ഒരു എന്താ പറയുക പിന്നീട് ഇവിടെ വന്നിട്ട് ഇത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളിവിടെ UKVI അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അക്കൗണ്ട് ക്രിയേറ്റഡ് ആയി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈൻ ഇൻ ചെയ്തിട്ട് ഇതിലോട്ട് കയറാം. നിങ്ങൾ ഏത് സംഭവമാണ് അവിടെ ആഡ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് പാസ്പോർട്ടാണ്, പാസ്പോർട്ട് ഇവിടെ കൊടുക്കാം, കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ പാസ്പോർട്ട് നമ്പർ ഇവിടെ ചോദിക്കുന്നുണ്ട്, അത് നമ്മൾ കൊടുക്കുക. നമ്മളിവിടെ കൊടുത്തത് 1 2 3 4 5 6 എന്നുള്ളൊരു നമ്പറാണ്, അതവിടെ കൊടുത്തു. ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ എന്ത് ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു കൊടുത്തതെന്നാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആണെന്ന് തോന്നുന്നു, അടിക്കുന്നു വിചാരിക്കുന്നു. 151158. സെക്യൂരിറ്റി കോഡ് അടിച്ചിട്ട് നമ്മൾ അതിലോട്ട് ലോഗിൻ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇവിടെ കൊടുക്കുന്നത് യങ് പ്രൊഫഷണൽ സ്കീം ബാലറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കാം. സബ്മിറ്റ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ദ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം ബാലറ്റ്. യുണീക്ക് ആപ്ലിക്കേഷൻ നമ്പർ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പം ഡൗൺലോഡ് ആപ്ലിക്കേഷൻ കോപ്പി. ഇഫ് യു നോ ലോങ്ങർ വാണ്ട് ടു കണ്ടിന്യൂ ഡിലീറ്റ് ദിസ് ആപ്ലിക്കേഷൻ. ഐഡൻറ്റിറ്റി ആൻഡ് കോൺടാക്റ്റ്, പ്രിപ്പയർ ആപ്ലിക്കേഷൻ. ഇത് നമ്മൾ ഓരോരോ സ്റ്റെപ്പുകളായിട്ടാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് പോകുന്നത് ഐഡൻറ്റിറ്റി ആൻഡ് കോൺടാക്റ്റ് പ്രിഫറൻസസ് കൊടുക്കുന്നു. അപ്പം അതിലെന്താ വരുന്നത്, ഏത് ഇമെയിൽ ഐ ഡി ആണ്. അപ്പോൾ ആ ഒരു ഇമെയിൽ ഐ ഡി നമ്മൾ കണ്ടിന്യൂ അടിച്ചു. ഇനി അടുത്തതെന്ന് പറയുന്നത് അടുത്ത സംഭവം എന്ന് പറയുന്നത് സബ്മിറ്റ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്. അതിൽ രണ്ടാമത്തെ സ്റ്റെപ്പായിരിക്കും പ്രിപ്പയർ ആപ്ലിക്കേഷൻ. അപ്പം ഡിക്ലറേഷൻ ആണ് ഇതിൽ കൊടുക്കേണ്ടത്. അപ്പം ഇതിൽ ഡിക്ലറേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ വരുമ്പം നിങ്ങൾ ഐ ആം എ ബാലറ്റ് അപ്ലിക്കൻറ്റ് ഏജ്ഡ് 18 ആൻഡ് ഓവർ എന്ന ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. കണ്ടിന്യൂ കൊടുക്കാം. അതിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം, നിങ്ങൾക്ക് ഭൂരിഭാഗം എല്ലാവരും ആ ഒരു കണ്ടീഷനിലാണ് വരിക. ഓക്കെ, അടുത്തൊരു സെറ്റ് എന്ന് പറയുന്നത് പ്രൊവൈഡ് എവിഡൻസ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇവർ മെയിനായിട്ടും പറയുന്നത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ ആയിരിക്കും. നമുക്ക് നോക്കാം. അപ്പം നമുക്കിതിൽ പറയുന്നു സ്കാൻ ഓർ എ ഫോട്ടോ ഓഫ് പാസ്പോർട്ട്. ഓക്കെ, അപ്പോൾ പാസ്പോർട്ട് പേജിൻ്റെ ഒരു ഫോട്ടോ ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുന്നത്. അതിൽ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. സ്കാൻ ഓർ ടേക്ക് എ ഫോട്ടോ ഓഫ് ദി ഡോക്യുമെൻറ്റ്. ഇറ്റ് മസ്റ്റ് ബി ക്ലിയർ ആൻഡ് ഈസി ടു റീഡ്. അതുപോലെ തന്നെ ഫയൽ സൈസ് 6 MB താഴെ ആയിരിക്കണം. അതുപോലെ തന്നെ പ്രൊവൈഡ് യുവർ എവിഡൻസസ്. അതിൻ്റെ ഫോർമാറ്റുകളാണ് PDF, PNG, JPG, JPG-യിലോ നമ്മൾ ഫോർമാറ്റിൽ സേവ് ചെയ്യണം. അതുപോലെ തന്നെ ഫയലിൻ്റെ നെയിം എപ്പോഴും സിമ്പിൾ ആയിരിക്കണം. എക്സാമ്പിൾ പാസ്പോർട്ട് April 2022. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ പാസ്പോർട്ട് എന്താ പറയുക 2025 അങ്ങനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരോ എന്തെങ്കിലുമൊക്കെ വെച്ച് സിമ്പിളായിട്ടുള്ള ഒരു പേരായിരിക്കണം. നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓരോ ഫയലുകളും സേവ് ആകുമ്പോൾ ന്യൂമറിക്കലായിട്ടുള്ളൊരു പേരായിരിക്കും വരിക. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ടുള്ളൊരു പേര് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പം നിങ്ങളിതിൽ ആ ഒരു പാസ്പോർട്ട് നിങ്ങളിവിടെ കൊടുക്കേണ്ടി വരും. അപ്പം എനിക്കിവിടെ കൊടുക്കാതെ പോകാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കുന്നത്.
ഓക്കെ, അപ്പം നമ്മളിവിടെ എവിഡൻസ് കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ ഇങ്ങനൊരു സംഭവത്തിലോട്ട് പോയി. ഇത് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതേ ഞാൻ സബ്മിറ്റ് എന്ന് പറയുന്നൊരു സംഭവം നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പം ഇഫ് യു ആർ സക്സസ്ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ വരുന്നുണ്ട്. യു ക്യാൻ അപ്ലൈ ഫോർ എ യൂത്ത് മൊബിലിറ്റി സ്കീം വിസ. യു മസ്റ്റ് അപ്ലൈ ടു ദ ഓക്കെ, അതൊന്നും വിടണ്ട. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മളുടെ നെയിം, നമ്മുടെ സംഭവങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പം കൺഫേം ആൻഡ് സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ യങ് പ്രൊഫഷണൽ വിസ സ്കീം സബ്മിറ്റഡ് ആണ്. ഓക്കെ, അപ്പം സേവ് ആൻഡ് റിട്ടേൺ ലേറ്റർ നമ്മളിവിടെ വന്നിട്ട് ഞാൻ ബാക്കിലോട്ട് അടിക്കുകയാണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്താ പറയുക യങ് പ്രൊഫഷണൽ വിസ സ്കീം എന്ന് പറയുന്നത്. ഈസി ആയിട്ട് ആർക്കും ചെയ്യാവുന്നൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കാം. ബെസ്റ്റ് വിഷസ്. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള പുതിയ വീഡിയോസ് ആയിട്ട് ഡോണാസ് വേൾഡ് വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.